കേരളത്തിൽ തന്നെ എന്ന് വേണ്ട ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും അപൂർവമായിട്ടുള്ളൊരു ക്ഷേത്രമാണ് മഹാഗുരുവിൻ്റെ അനുഗ്രഹം കൂടി സിദ്ധിച്ച മഹാഗുരു ബാലാലയ പ്രതിഷ്ഠ നടത്തിക്കൊടുത്ത അവിടുത്തെ വത്സല ശിഷ്യനായ സ്വാമി പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമായ അരുമാനൂർ ക്ഷേത്രം. ആ ക്ഷേത്രത്തിലെ ശിവനെ സ്തുതിച്ചുകൊണ്ട് ബാലാലയ പ്രതിഷ്ഠയ്ക്ക് ശേഷമോ അതിനു മുൻപോ രചിച്ചത് എന്ന് കരുതപ്പെടുന്ന ഒരു സ്തോത്രമാണ് തേവാര പദികങ്ങൾ എന്ന കൃതിയിലെ 5 പദികങ്ങൾ, 10 പദ്യം വീതമടങ്ങുന്ന 5 പദികങ്ങൾ അടങ്ങിയ തേവാര പദികങ്ങൾ എന്ന കൃതിയിലെ 1ാമത്തെ പദികം. അറുശീർ അശിരിയ എന്ന വൃത്തത്തിൽ മഹാഗുരു ഭഗവാനെ അനുഭവിച്ചുകൊണ്ട് പാടിയ ഒരു അനുഭൂതിയുടെ പാടലാണ്. അപ്പം ഈ തേവാരം എന്നൊരു വാക്ക് എവിടെ നിന്ന് വന്നു എന്ന് നമ്മളൊരു പക്ഷെ ആലോചിക്കുമായിരിക്കാം. ഈ തമിഴ് സിദ്ധന്മാരുടെ, പ്രത്യേകിച്ച് അപ്പരുടെ പാടലുകളൊക്കെ അറിയപ്പെടുന്നത് തേവാരങ്ങൾ എന്നാണ്. തേവാരം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം പ്രത്യേകമായ പൂജ എന്നാണ്. ഇപ്പോൾ നമുക്ക് ബ്രാഹ്മണ കുടുംബത്തിലേക്കൊക്കെ ചെന്നാൽ അവിടെ തേവാരം ഉണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. കുളിയും തേവാരവും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ തേവാരം എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രത്യേക ഒരു മൂർത്തി ഉണ്ടാവും. അപ്പോൾ ആ മൂർത്തിയെ അവർ പ്രത്യേകമായിട്ട് ആരാധിക്കുന്നതിനെയാണ് തേവാരം എന്ന് വിളിക്കുക. അങ്ങനെ പ്രത്യേകമായിട്ട് ശിവനെ പൂജിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തമിഴ് സിദ്ധന്മാർ പാടിക്കൊണ്ടിരുന്ന ഗീതികളാണ് തേവാരങ്ങൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ആ തേവാരങ്ങളുടെ മാതൃകയിലാണ് തൃപ്പാദങ്ങൾ ഈ തമിഴ് സ്തോത്രം രചിച്ചിരിക്കുന്നത്. മഹാഗുരുവിന് തമിഴ് ഭാഷയിലുള്ള അവഗാഹം എത്ര വലുതാണെന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്ന മഹാഗുരുവിൻ്റെ കൃതി കൂടിയാണ് തേവാര പദികങ്ങൾ. ജ്ഞാനോദയമേ ഞാതുരുവേ നാമാദിയിലാ നർഗതിയേ യാനോ നീയോ യാതിപരം യാതായി വിടുമോ പേച്ചായേ தேனார் தில்லை சீரடியார் தேடும் நாடாமருமானூர் கோனே மானேர் விழிபாகம் കൊണ്ടായി നയിനാർ നായകമേ. ഇങ്ങനെ പോകുന്നു. ജ്ഞാനോദയമേ, ജ്ഞാനത്തിൻ്റെ ഉദയമേ, ഞാതുരുവേ, നാമാദിയിലാ നർഗതിയെ, നാമാദികളില്ലാത്തവനെ, യാനോ നീയോ യാതിപര. എനിക്കൊരു സംശയമുണ്ട്. ഞാനാണോ നീയാണോ ഇവിടെ ആദി പരമ്പൊരുളായിട്ടുള്ളത്? പേച്ചായേ, എനിക്ക് പറഞ്ഞു തന്നാലും. തേനാർ തില്ലൈ ചീരടിയാർ തേടും നാടാമരുമാനൂർ. തില്ലൈ ദേശം, ചിദംബരം ദേശത്തെയാണ് തില്ലൈ ദേശം എന്നറിയപ്പെടുന്നത്. ആ സ്ഥലം അറിയപ്പെടുന്നത് തില്ലൈ എന്നാണ്. അപ്പോൾ തേനാർ തില്ലൈ, തേനൂറുന്ന തില്ലൈ ദേശത്തുള്ള സിദ്ധന്മാർ തേടിക്കൊണ്ടിരിക്കുന്ന അരുമയാന ഊരായ അരുമാനൂരിൽ വാഴുന്ന അല്ലയോ മഹാദേവ എന്ന് വിളിച്ചുകൊണ്ടാണ് ഈ തേവാര പദികങ്ങൾ എന്ന കൃതി ആരംഭിച്ചിരിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് നമ്മെ കടത്തിക്കൊണ്ട് പോകുന്നത് ആത്മീയതയുടെ മൗനഘനാബ്ധിയിലേക്കാണ്. അഥവാ സാധനാ മാർഗങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ ഈ ശിവനെ പ്രാപിക്കാം എന്ന മാർഗങ്ങളാണ് ഗുരു നമുക്ക് അവതരിപ്പിച്ച് തന്നിട്ടുള്ളത്. അതും വൃത്തനിബദ്ധമായി തന്നെ തൃപ്പാദങ്ങൾ എഴുതി തന്നിരിക്കുന്നു. ഇതിൽ 2, 4, 5 പദ്യങ്ങൾ നമുക്ക് പാടാൻ കുറച്ച് ബുദ്ധിമുട്ട് കൂടിയാണ്. കാരണം അതൊരു പ്രത്യേകതരം കലിത്തുറ എന്ന വൃത്തത്തിലാണ് തൃപ്പാദങ്ങൾ എഴുതി തന്നിട്ടുള്ളത്. എന്നാൽ മനോഹരമായ ഒരു വൃത്തത്തിൽ, കലിവൃത്തത്തിലാണ്, വിരുത്തം എന്നാണ് വൃത്തത്തെ തമിഴിൽ പറയാം. അപ്പൊ കലിവിരുത്തത്തിൽ തൃപ്പാദങ്ങൾ നമുക്ക് 3ാമത്തെ ശ്ലോകം കുറച്ച് ഈണത്തിലും താളത്തിലും ഒക്കെ പാടത്തക്ക രീതിയിൽ തന്നെയാണ് അവതരിപ്പിച്ച് തന്നിട്ടുള്ളത്. ഓമാനിയിൽ നിൽക്കും പൊരുൾ നീ താനുലകെങ്കും താമാക്കി വളർന്നോകിയ ചാമാനിയ തേവേ വ്യോമാനല പൂനീരുളിയോടാവിവിളക്കോടാമതനുപരായി നമുക്കായമിതാമേ. ഇനി ഈ തമിഴ് സ്തോത്രങ്ങൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. അതിലൊരു പ്രത്യേകതരം പ്രാസം ഉപയോഗിച്ചിട്ടുണ്ട്. ആ പ്രാസത്തെ വിളിക്കുക മിക്കവാറും തമിഴ് സ്തോത്രങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്ന ഒരു പ്രാസമാണ് അന്താദിപ്രാസം. എന്ന് പറഞ്ഞാൽ അവസാനത്തെ വരി, ഒരു ശ്ലോകത്തിലെ അഥവാ പദ്യത്തിലെ അവസാനത്തെ വരിയിലെ അവസാനത്തെ വാക്കോ ആ അവസാനത്തെ വരിയിലെ പ്രധാനപ്പെട്ട പദമോ അതല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു അക്ഷരമോ കൊണ്ടായിരിക്കും അടുത്ത
ശ്ലോകം അഥവാ പദ്യം ആരംഭിക്കുന്നത്. ഇത് ഈ തമിഴ് സ്തോത്രങ്ങളിൽ മാത്രമല്ല, ഗുരുവിൻ്റെ മലയാള സ്തോത്രങ്ങളിലും ഈ ഒരു രീതി, ഈ അന്താതി പ്രാസം തൃപ്പാദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ആദ്യത്തെ സ്തോത്രത്തിലായാലും നയനാർ പദികത്തിലായാലും ഈ ഒരു പ്രാസം ഇടയ്ക്കിടയ്ക്ക് കടന്നു വരുന്നത് കാണാൻ സാധിക്കും. ഈ കൃതിക്കുള്ളിലും, അതായത് ഈ മൂന്നാമത്തെ പദികത്തിലും ഈ അന്താതി പ്രാസം തൃപ്പാദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ശ്രീനാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങളുടെ ജ്ഞാനാതിരേകം, അതോടൊപ്പം തമിഴിലുള്ള പ്രാവീണ്യം, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നൊരു കൃതിയാണ് മഹാഗുരുവിൻ്റെ തേവാര പദികങ്ങൾ എന്ന കൃതി.